നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മിസ്റ്റർ റെഡ് ഫേസ് ആ ഗെയിമാണ്. ഓക്കെ, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് സ്റ്റോറി 1 ആണ്, ബാഡ് പാരന്റിങ്ങിന്റെ സ്റ്റോറി 1 മിസ്റ്റർ റെഡ് ഫേസ്. മിസ്റ്റർ റെഡ് ഫേസ് എന്ന് പറയുന്ന പ്രേതത്തിന്റെ പേരായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ആ വാല് കൊട്ടിട്ടാല് വാല് പറഞ്ഞു വല്ല പ്രേതം കയറി എൻഡ്. ഓ, നമ്മുടെ അമ്മയാ. ഓക്കെ, അമ്മ കുട്ടിയാണ് അമ്മോട് ചോദിക്കണേ ലേറ്റ് ആയോന്ന്. അമ്മ പറയണേ ബിസി വിത്ത് വർക്ക്, സിമ്പതി കാണിച്ചുകൂടി നിനക്ക്. അപ്പൊ കുട്ടി പറയണേ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്ന അമ്മ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ മറന്നു. എന്തായാലും സാഡ് അത്. ഓക്കെ, അപ്പൊ ഇതില് ബാഡ് പാരന്റിങ് എന്താ, നമ്മള് സ്പോയിൽ ആയി പോയോ? നല്ല നല്ല ഗെയിമിംഗ് സെറ്റപ്പ് വാങ്ങിയത് നമ്മള് സ്പോയിൽ ആയി പോകണം. അങ്ങനത്തെ ഗെയിമാണ് റെഡ് ഫേസാ. ഓ, റെഡ് ഫേസിൽ ഗിഫ്റ്റ്. നമ്മുടെ കള്ള കഥകളൊക്കെ ഈ കുട്ടി വിശ്വസിക്കേണ്ടത് കൊണ്ട്. ഓക്കെ, ബെഡില് പോയ മിസ്റ്റർ റെഡ് ഫേസ് ഇപ്പൊ തന്നെ ഗിഫ്റ്റ് ഇരുന്ന് ആ കുട്ടി വിശ്വസിച്ചു. അതാരാ? അവന്റെ അച്ഛനാന്നോണ്ട്. അച്ഛന് കാര്യം പിടികിട്ടി, പറ്റിക്കാതെ. അപ്പൊ അച്ഛനും ചോദിക്കണു എന്തെങ്കിലും ലേറ്റ് ആയിരുന്നു. അപ്പൊ പറഞ്ഞു എനിക്ക് എന്റെ ഷിഫ്റ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. ബുൾഷിറ്റ്. എന്തായാലും സ്ട്രിക്റ്റ് അച്ഛനാന്നോണ്ട് നമ്മളെ ലിറ്റിൽ ഷിറ്റ് എന്ന് വിളിച്ചു. അച്ഛൻ പൊട്ട, ഭയങ്കര സാഡായി പോയി അത്. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പോയിട്ടുണ്ട്. ഓക്കെ, എന്നാലും അച്ഛൻ കാണിച്ചത് ഭയങ്കര സാഡായി പോയി. നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. ഇതെന്താ കിച്ചന്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ബെഡ്റൂമാണോ? ഇതെന്നോണ്ട് എന്താ രണ്ട്. ഓ, ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ ആണ്. ഇനി അല്ല, നമുക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ കിടക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കിടക്കാൻ പറ്റണെങ്കിൽ സെറ്റായേനെ. അമ്മയുടെ അച്ഛൻ്റെ കൂടെ കിടക്കാൻ. ഓ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. എന്തായാലും വാ, നമുക്ക് കിടന്നുറങ്ങാം ഇനി എന്തായാലും. ഓക്കെ, അപ്പൊ മിസ്റ്റർ റെഡ് ഫേസ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്ന് നമ്മൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം. എന്തായാലും നമ്മൾക്ക് ഇനി നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് ഇച്ചിരി ലോ കാരണം ഇതിന്റെ എന്തായാലും നമ്മുടെ ക്യാരക്ടർ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. നമ്മളിനി പാതിരാത്രി എന്റെ പൊന്നു ഓക്കെ, നമ്മുടെ കഥ അയാളങ്ങോട്ട് പോയി. അതറിയ നമുക്ക് വലിയ സീനില്ല. അപ്പൊ നമ്മൾക്ക് എന്തായാലും ലൈറ്റ് ഇട്ടിട്ട് എന്താ വെച്ചാൽ അയാളെ തന്നേന്നോട്ടെ. നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് കിട്ടി ഫൈനലി. എന്തായാലും നമുക്കിനി ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയാൽ നോക്കാം. പാവയാണല്ലേ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പാവയിട്ട് കിട്ടിയേ. ഡോൾക്ക് സംസാരിക്കും. എന്റെ ഇത് സെറ്റായി. നമ്മളിഞ്ചി എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട്. ആ ഡോളിന് സംസാരിക്കാൻ പറ്റും. അവന്റെ പേര് റോൺ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കുട്ടിയിട്ട് ഡോളും കുട്ടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് സെറ്റായിട്ടിരിക്കണേ. നമ്മളെന്തായാലും അവന്റെ നെക്കൊന്ന് ലൂസ് ആയിട്ടിരിക്കണേ. അപ്പൊ അവന്റെ മാസ്റ്റർ ചില സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാക്കും. അതൊന്നും നോക്കണ്ട ദേവന്മാരാണ്. എന്തായാലും ഇമ്പോർട്ടന്റ് വി ക്യാൻ ബി ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ സെറ്റ് ഇനി നമ്മുടെ കൂടെ ഒരു സെറ്റ് പാർട്ട്ണർ ഉണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇനി എല്ലാം സുഖമായിട്ട് കൊണ്ടുപോകാം. ക്ലോസറ്റില് അപ്പൊ നമ്മള് ക്ലോസറ്റിൽ ചെന്നിട്ട് ടോയ്സ് വെച്ച് കളിക്കണം എന്ന് പറയണേ. എന്തായാലും തുറന്ന് നമുക്ക് എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അപ്പൊ അവന്റെ കൂടെ ഒന്ന് കളിക്കാം. ഓ, ഇത് സ്റ്റക്കാണ് എന്റെ പൊന്നെ. അപ്പൊ ഇന്ന് നമുക്ക് കളിക്കാൻ പറ്റില്ല ഉറപ്പാ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഡോളുടെ കൂടെ കളിക്കാൻ പറ്റില്ല. അത് ഭയങ്കര സാഡായി പോയി. ഡോള് ചോദിക്കണ് നീ ഹംഗറി ആണോന്ന്. അപ്പൊ നമ്മള് പറഞ്ഞു ആണ്. അപ്പൊ എന്തെങ്കിലും തിന്നണമെന്ന്. അപ്പൊ ഡോള് പറഞ്ഞു, കുട്ടി ചോദിച്ചു എനിക്കൊന്നും തിന്നാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡോള് പറഞ്ഞു നീ എനിക്ക് കഴിക്കണ അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് ചെന്ന് ചെയ്യാം. അതെ, ഇനി നമുക്ക് എന്തായാലും കിച്ചണിൽ ചെന്നിട്ട് ഫുഡ് എടുത്തിട്ട് കഴിക്കാം. പിന്നെ അച്ഛൻ്റെ ബീർ കുപ്പി നമ്മളെ തല്ലിക്കൊല്ലിരിക്കും. എന്താ ചെയ്ത് അപ്പൊ അമ്മ പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ച് ചൂടാക്കിയിട്ട് കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ചോളുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാ?
ഓക്കെ, നമുക്ക് എന്തായാലും ഡോളിൽ അവിടെ ഇരുത്തിയിട്ട് ഫുഡ് എടുത്തിട്ട് മറ്റേ മൈക്രോവേവിൽ ഉണ്ടാക്കാം. ഓക്കെ, അതവിടെ കിടന്ന് ചൂടാവണ സമയം എന്തെന്ന് വെച്ചത് നമ്മൾക്ക് അവിടെ ചെന്നിരിക്കണോ? എങ്ങനെ ഈ ഡോൾ കേഴ്സ്ഡാണോ? നമ്മളെങ്ങനെ പിടിച്ച് തിന്നോ? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇത് നിൻ്റെ ഫേവറേറ്റ് ഡിഷാണോ? ഞാൻ കുറച്ച് മാജിക്ക് കാണിക്കാന്ന്. ഓക്കെ, ആ കുട്ടി പറഞ്ഞ ഓക്കെ. ഓക്കെ, ഇപ്പം നീ കഴിക്കുന്ന ഫുഡ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കഴിച്ചോ, അത് തീരില്ല എന്ന് പറയണേ. എന്തായാലും നന്നായി പോയി. അപ്പം ഇവൻ്റെ ഈ ഫേവറേറ്റ് ഡിഷ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്തി വരെ ഡോള് പറ്റിച്ച്. ഡോള് നമ്മളെ അവൻ പറ്റിച്ചില്ല സത്യമായിട്ടും. എൻ്റെ ഇതെന്തൊരു സെറ്റേ. ഇനി ചെറുക്കന് ഈ ഫുഡ് ഇതിനെ കിടന്ന് കഴിച്ചോണ്ടിരിക്കാലോ. ഇനി എന്തായാലും സുഖമായി അവര്. ഓക്കെ, എന്ത് ചെയ്തി ഓടാ ആ കുപ്പിത്തന്റെ എൻ്റെ ഡോള പിയർ കുപ്പി അയച്ചു കുറച്ചുകൂടി പിടിക്കണ്. എന്റെ മോനെ എന്ത് ചിപ്പുണ്ടായി, എന്റെ മോനെ എന്ത് ചിപ്പുണ്ടായി. ഡോള് പെട്ടെന്ന് മാറിപ്പോയി. എന്റെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാണ്ട് എന്ത് നടക്കണേന്ന്. എന്തായാലും ബോട്ടിൽ പൊട്ടിച്ചത് അച്ഛനീ വൂപ്പമയസ്. ഇപ്പൊ ഈ കുട്ടിയുടെ കഥ തീർന്നു. ഇനി നമുക്ക് ഇവിടുന്ന് സ്കൂട്ടായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പൊ നമ്മുടെ അച്ഛനെ ഇവിടെ ഇല്ല. നമ്മുടെ അച്ഛനെ മറ്റേ റെഡ് ഫേസ് എടുത്തോണ്ട് പോയിന്ന്. അപ്പൊ നമുക്ക് ചെന്ന് നോക്കാം ഡോള് പറ്റിക്കെന്താണോന്ന് അറിയില്ല. അല്ലെങ്കിൽ നീ സനക്ക് അതിൻ്റെ ഇടക്കൂടെ എന്റെ പൊന്നെ ഇത് ടെലിപ്പോർട്ട് ചെയ്യാനും കൂടി പറ്റുമോ? ഈ ഡോള് കൊള്ളാലോ. ഓക്കെ, എന്തിനാണ് അവൻ്റെ അച്ഛനെ മാസ്റ്റർ എടുത്തോണ്ട് പോയത്? അച്ഛൻ ബാഡ് പേഴ്സൺ ആയ കാരണം അവനെ കുട്ടീനെ തല്ലാറുണ്ട്. എല്ലാറ്റും ഭയങ്കര പൊട്ടച്ഛനായി പോയി. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും അത് ഭയങ്കര സാഡായി പോയി. ഇവൻ്റെ ഇത് അതന്നെ ഡിസേർവ് ചെയ്യാനുള്ളതാ പറയണേ. ഓക്കെ, അപ്പം ഈ കുട്ടിയൊക്കെ പറയുന്നുണ്ട് ദേ ആർ നോട്ട് ദേ ആർ മൈ ഫാമിലി ഇതൊക്കെ പറയുന്നുണ്ട്. ഓൾ റൈറ്റ് കുട്ടീനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഏതാ വഴി നോക്കാം. ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന്. അപ്പോൾ ആ ഷോർട്ട് കട്ടിൽ കൂടെ അവനെ സേവ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പോവാം. ഷോ ദ വേ. അപ്പം വീണ്ടും ക്ലോസറ്റിൽ കൂടെ പോകണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കാം. നമ്മുടെ ക്ലോസറ്റിലാന്ന് അവൻ പറഞ്ഞ, നമുക്ക് ആ ക്ലോസറ്റിൽ ചെല്ലാം. ഇവരിവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, ഇത് തുറക്കാൻ കിട്ടണില്ല, ഇതാണ് പ്രശ്നം. അത് കാരണം ഭയങ്കര കഷ്ടമായി പോയി. അപ്പൊ നമുക്ക് നമ്മുടെ പാരൻസിന്റെ ഇത് നോക്കാം, പാരൻസിന്റെ ക്ലോസറ്റ്. അപ്പൊ അവിടുത്തെ ഡോറിൽ ചെന്ന് തുറന്നു നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമ്മളെന്തായാലും പാരൻസിന്റെ ഇവിടെ എത്തി. നമ്മൾക്ക് ഇത് തുറക്കാൻ പറ്റാവോ? ഇത് പോർട്ടലായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവാന്ന്. അപ്പൊ നമ്മൾക്ക് എന്തായാലും അച്ഛൻ്റെ അടുത്തേക്ക് അത് വെച്ചിട്ട് പോവാം. നമുക്ക് ആദ്യം തുറന്നു നോക്കാം പോർട്ടലെന്നാ. ഒന്നുമില്ല ഇവിടെ. അപ്പൊ എങ്ങനെ പോവാനാ? അവനൊരു കാര്യം പറയാൻ മറന്നു. എന്താ വെച്ചാ അവന്റെ അച്ഛന്റെ റേഡിയോ വേണമെന്ന്. ആ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ഒരു എലവേറ്റർ പോലെ യൂസ് ചെയ്തിട്ട് അതന്നെ. അപ്പൊ നമ്മളിത് എലവേറ്റർ ബട്ടൺ പോലെ ഈ റേഡിയോ യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ഞെക്കി നോക്കാം. ആദ്യത്തെ ഇതിൽ എന്താ നമുക്ക് കിട്ടണേന്ന് നോക്കാം. ഓക്കെ, ഈ ഡോള് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. ആദ്യത്തെ ഫ്രീക്വൻസി ഇട്ടു. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഡോറ് തുറന്നു നോക്കാം. ഇതല്ല, ഇത് പോർട്ടലല്ലാതെ കൊണ്ട് അതന്നെ. നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. എൻ്റെ പിന്നെ ഇനി നമുക്ക് എന്താ കിട്ടാന്ന് നമുക്ക് നോക്കാം. അതാ എൻ്റെ പൊന്നെ, അത് നമ്മുടെ അമ്മയാണോ? എൻ്റെ പൊന്നെ, നമ്മുടെ അമ്മേനെ വെട്ടിമുറിക്കിട്ട അതില്. അതെന്നാലും ആരെന്നോടാ? എൻ്റെ മോനെ, ഈ ഗെയിം ഇച്ചിരി ഇതല്ലോ. ഇനി ഇതാണോ പോർട്ടല്? നമുക്ക് അതന്നെ ഇത് തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ പോവാം. നമുക്കിനി നമ്മുടെ അച്ഛനെ കണ്ടുപിടിക്കാനുള്ള മിഷനായ കാരണം നമുക്കത് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ വെച്ചാൽ അവിടെ അതെ അവിടെ ഒരു പൂച്ച കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ പൂച്ചേനെ അടുത്ത് ചോദിച്ചു നോക്കാം. ഓക്കെ, വാട്സാപ്പ് ക്യാറ്റൊക്കെ ചിൽഡിയൂടാ.
I am looking for my dad. Describe. My dad's name is Bruce. Wait a minute. Bruce എന്ന് പറയുന്നത് മറ്റേ ബാറ്റ്മാൻ അല്ലേ? There are many Bruce. Say more detail. The good Bruce or the bad Bruce? My dad is kind of the person who get little bit of angry. So you mean the bad Bruce? So let's see. എന്തായാലും ഈ പൂച്ച നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ സോ മെനി ബാഡ് ബ്രൂസ്. ക്യാൻ യു ഓക്കെ ഹി ഓഫൺ യെൽസ്. കുറച്ചുകൂടി ഇൻഫർമേഷൻ വേണമെന്ന്. അപ്പോൾ ഡസ് ഇറ്റ് ഹിറ്റ് ഓർ സ്ലാപ്പ്? അപ്പോൾ പറഞ്ഞു ദാറ്റ്സ് ഓൾ. ഓക്കെ ബിഹൈൻഡ് യു ആ മതിലിരിക്കുന്നോണ്ണ നമുക്ക് എന്തായാലും പോവാം. ഓ ഇത് പാട്ട ചെറുക്കന്മാരി ഇവർക്കൊക്കെ വേറെ പണിയില്ലേ? ഓ പേടിപ്പിക്കാൻ വന്നല്ലേ, ഭയങ്കര പേടിച്ചല്ലേ പോയി. എന്തായാലും നമുക്ക് ഇനി അവരുടെ പാരൻസിനെ കൂടി കണ്ടുപിടിക്കാണ്. അപ്പോൾ ഇവര് നമ്മളെ പോലെ തന്നെയാ, റെഡ് ഫേസ് അങ്ങനെ അവരെ കണ്ടുപിടിച്ചിട്ട് കിട്ടാതിരിക്കും. അപ്പം നമുക്ക് എന്തായാലും അവരോട് ഭയം പറഞ്ഞിട്ട് നമുക്ക് പോവാം. അത് ഇതെന്ത് ഈ വെള്ള റൂം? അത് നമ്മുടെ അച്ഛനല്ലേ? ഓ ശരി. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ അച്ഛനെ കിട്ടി. അപ്പം എന്തായാലും സംസാരിച്ച് നോക്കാം. ഡാഡ് പ്ലീസ് സ്റ്റോപ്പ് പണിഷിങ് മീ. ആന്റിജ പ്ലീസ് സ്റ്റോപ്പ് പണിഷിങ്. നമ്മളൊന്നും കാണിച്ചില്ലല്ലോ. ആൾക്കെന്താ പറ്റി? വല്ല ട്രോമ എങ്ങനെ അടിച്ചാ? കം ഓൺ ലെറ്റ്സ് ഗോ ടു ഹോം. മിസ്റ്റർ റെഡ് ഫേസ് വിൽ ടേക്ക് us. പ്ലീസ് സ്റ്റോപ്പ് പണിഷിങ് മീ. ഓ അത് ഭയങ്കര സാഡായി പോയി. നമ്മളെന്താ ആൾക്ക് വല്ല ട്രോമ കൊടുത്തോ? നമ്മൾ എത്ര വലുതെന്ന് വെച്ചാൽ ഈ കാട സ്പെൽ വാട്ട് എൻ്റെ നമ്മള് ഏതൊരു സ്ഥലത്തെത്തി? നമ്മളല്ലത്. നമ്മളെ കബോർഡിൻ്റെ ഉള്ളിലിരിക്കല്ലേ? അതെ, അത് നമ്മുടെ അമ്മയല്ലേ? ഇത് നമ്മുടെ കഴുത്ത് തിരിഞ്ഞു പോണേ. എന്താ തിരിഞ്ഞു പോണത്? എൻ്റെ പൊന്ന്, അമ്മേനെ വല്ല പ്രേതം അങ്ങനെ പിടിച്ചാ? ഇനി നമ്മളെ വല്ല ഉപദ്രവിക്കാൻ അങ്ങനെ വരാണ്ടിരുന്നാ മതി. റെഡ് ഫേസ് മറ്റേ ഡാഡിനെ അങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ വെൽ ദാറ്റ്സ് എ ഗുഡ് തിങ്, വാട്ട് നോട്ട് എ ജോക്ക്. ഓക്കെ, ഇത് വലിയൊരു സ്റ്റോറിയാണ്. ഏതോ ഡോള് വന്നിട്ട് അതാണ് നമ്മുടെ കുട്ടി കുട്ടി ഇതിനോട് പറഞ്ഞോണ്ടിരിക്കണേ. അപ്പം അമ്മ പറയണേ, of course I know since you were taking that medicine today. അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലെ പറയാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് കാരണം നമ്മുടെ ഒരു ഹലൂസിനേഷനാണ്. അത് കാരണം നമ്മൾ മരുന്ന് എടുക്കണേ. അപ്പം നമ്മൾ ഇത്ര നേരം കണ്ടതൊക്കെ ഒരു ഹലൂസിനേഷൻ ആയിരുന്നോ? അപ്പം നമ്മൾ അപ്പോൾ ഡോളൊക്കെ ഹലൂസിനേഷൻ ആയിരുന്നില്ലേ? അപ്പം നമ്മൾ കണ്ടതെല്ലാം ഹലൂസിനേഷനില്ല. അപ്പം എന്തായാലും ഭാഗ്യേ. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ബെഡിൽ പോവാം. ഓക്കെ, നമുക്കിനി നമ്മുടെ അമ്മ ഇച്ചിരി ഗൂഫിയ. നമുക്ക് നമ്മുടെ ബെഡിൽ തന്നെ കിടന്നുറങ്ങാം. എങ്ങനെ രാത്രി വന്നിട്ട് നമ്മുടെ അമ്മ അങ്ങനെ പിടിച്ചു. എൻ്റെ പൊന്ന്, അത് നമ്മുടെ ഡോളല്ലേ? വീടും ഡോള് കേസ്. എൻ്റെ പൊന്ന്, എന്ത് നടക്കണിപ്പോ? ഓ നമ്മൾ തലയിറങ്ങി താഴെ വീണു. ഓക്കെ, നമ്മുടെ അമ്മ നിൽക്കണ്. എന്താ പറ്റിയെന്ന് അപ്പം അമ്മ പറയണ ഓൾറൈറ്റൊക്കെയാണ്. അപ്പം നമുക്കെന്തോ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ പ്രേതം കൊണ്ട് നമ്മളെ പിടിച്ചു എന്ന്. ഇപ്പം എന്തിച്ച് നടക്കണേ? ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും അതേ നമ്മുടെ അമ്മ ഒരു ഫീലിംഗ് പെട്ടനാവും. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മൾ തലയിറങ്ങി വീണെന്ന് തോന്നുന്നു. റെഡ് ഫേസ് ഓൾ റൈറ്റ്, ടുമോറോ ഐ വിൽ ടേക്ക് ഓഫ് ആൻഡ് സ്റ്റേ ഹോം ആൻഡ് ടേക്ക് കെയർ ഓഫ് യു. റിയലി? ഐ പ്രോമിസ്. ഓക്കെ, അമ്മ പറയണത് പ്രോമിസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ അമ്മ അവിടെ ഒരു ഡേ ഓഫ് എടുത്തിട്ട് നമ്മുടെ കൂടെ നിൽക്കാന്ന്. പറ്റിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തേലും അമ്മ അവിടെ ഉണ്ടാ? വീണ്ടും നമ്മുടെ അമ്മ നമ്മളെ പറ്റിച്ച്. എന്ത് കഷ്ടം നോക്ക്. ഇതുപോലത്തെ പ്രോമിസ് ഇനി ഉണ്ടാകണല്ല. അമ്മ ഇതുപോലത്തെ ചതി തന്നിട്ടാ പോയ. ചതി, ഭയങ്കര വലിയ ചതി. അല്ല നമ്മുടെ ഡോളിനെന്താ പറ്റിയേ? എൻ്റെ ആരതിന് ഇത്ര ഇട്ടിടിച്ച്? എൻ്റെ പൊന്നെ പാവം ഡോള്. എന്താ പറ്റി? നിനക്കെന്താ പറ്റിയെന്ന് കുട്ടി ചോദിച്ചു. അവ പറയണ, മാസ്റ്റർ ദ ബീറ്റ് ദ ഷിറ്റ് ഔട്ട് ഓഫ് മീ. അത് അവ ഡോള് ചെയ്തത് മാസ്റ്ററിന് ഇഷ്ടമായില്ല. അപ്പോൾ അവനെ ഇടിച്ചു എന്ന് പറയണേ. അപ്പോൾ അവൻ്റെ അമ്മേനെ കാണാനില്ലാന്ന്. അപ്പോൾ ഈ ഡോള് പറയണ മാസ്റ്റർ എങ്ങനെ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും.
ഇവന്റെ അച്ഛനെ എടുത്തു, ഇനി അമ്മേനെ എടുത്തു. ഇനി എന്താ ചെയ്യാ? ഇനി നമ്മൾ വലിയ ഇതിനെ കണ്ടുപിടിച്ച് പോണ. ഇവൻ പറയണ റൺ ബാക്ക്, ഇറ്റ് വിൽ ടേക്ക് യു. അതെ, ആദ്യം ആ കുട്ടി പറയണ അമ്മേനെ അച്ഛനെ ആദ്യം സേവ് ചെയ്യണം, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഡോള് ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്പെല്ല് കാർഡ് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. ആ അത് നമ്മുടെ അച്ഛൻ കിടന്ന സ്ഥലത്തുള്ള സ്ഥലമല്ലേ, അവിടെ നിന്ന് കിട്ടിയതല്ലേ. എനിക്ക് തോന്നി ഇത് വെച്ച് നമുക്ക് അങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നു. സ്പെൽ ഡിഫീറ്റ് റെഡ് ഫേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ബാഗ് ചെന്നിട്ട് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ആ റെഡ് ഫേസിന്റെ അടുത്ത് ചെന്നിടാം. നമ്മളിനി വീണ്ടും ആ പോർട്ടൽ ഉപയോഗിച്ചിട്ട് വീണ്ടും ചെല്ലാം. നമ്മൾ പോർട്ടൽ ഉപയോഗിച്ച് ഇവിടെ എത്തി. സ്പെല്ല് കാർഡും കയ്യിലുണ്ട്. ഇനി നമ്മൾ ആരും പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നമ്മൾ പോകണം. അപ്പം നമുക്കിനി അത് ആ കുട്ടികളല്ലേ നേരത്തെ കണ്ടത്. ഓക്കെ, നമുക്ക് അവരെ വിട്ടിട്ട് ആദ്യം, അത് നമ്മുടെ അമ്മയല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ബാഗ് എടുത്ത് എറിഞ്ഞിട്ട് ഓടി പോകണമെന്ന് പറയണേ. അപ്പം നമുക്ക് ബാഗ് ഓടിപ്പോവാം. ഓക്കെ, എന്നാലും നമ്മളെ അമ്മ എന്തിനാ കരയണം? എന്നാലും അത് മനസ്സിലാവണല്ല. എന്തായാലും നമ്മളത് എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. നമുക്ക് സ്പെല്ലെന്നുള്ള കാർഡ് അവിടെ എറിഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു മിക്കവാറും റെഡ് ഫേസ് അവിടെ വന്നിട്ട് അതേ പോണ്. ഓ, ഇയാൾ പോയി കിട്ടിയാൽ ഇനി നമുക്ക് നമ്മുടെ അമ്മേനെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമോ? അപ്പം എന്തായാലും വാ, നമുക്ക് കണ്ടു തന്നെ അറിയാം. നമുക്ക് എനിക്ക് ലൈറ്റ് എനിക്കിപ്പോൾ ഉണ്ടായേ. നമ്മുടെ അമ്മ സേഫായിരിക്കും അവിടെ ചെന്ന്. നമുക്ക് എന്തെങ്കിലും വേഗം ചെന്ന് നോക്കണം. എന്തിച്ചാ നടന്നേന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഫുള്ളി ഇരുട്ടാണ്, ഒന്നും കാണാനും പറ്റണല്ലോ. അപ്പം നമുക്ക് ഇനി വെള്ള ഡോറിനെ ഫോളോ ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് അവിടേക്ക് വേഗം ചെല്ലാം. ഓക്കെ, അങ്ങനെ എത്തി. നമ്മുടെ അമ്മയുടെ ബെഡ്റൂമിലെത്തി. അയ്യോ, ഡോളിനെന്താ പറ്റണേ? മാസ്റ്റർ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ ഇവൻ്റെ മാജിക് ഇനിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഡോള് പോവാന്ന് പറയണേ. ഓക്കെ, പുറത്ത് നിന്റെ പാരൻസ് ഉണ്ടാവും, ചെന്ന് നോക്കിക്കോളാൻ. ദേ നിൽക്കണ്, അത് നമ്മുടെ അച്ഛനമ്മയല്ലേ. അവരിതേ അതേ നിൽക്കണ്. ഓക്കെ, വാ. എന്തായാലും നമ്മുടെ അച്ഛനമ്മ ഇവിടെ ഉണ്ട്. ഡാഡ് മോം. ഓക്കെ, അവർ ഫ്രീ ചെയ്യുന്നതാണ്. എൻ്റെ പൊന്ന്, നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മേനെ തള്ളി. എൻ്റെ പൊന്ന്, കാണാൻ ഭയങ്കര ഇതാ ലയ്യർന്നൊക്കെ. ഓ, അതെ, ഈ അച്ഛൻ പറഞ്ഞ നീ ഏത് വേറെ ആളുടെ കൂടെ ചെല്ലാന്ന്. അപ്പോൾ അവൻ പറയണേ എൻ്റെ ഇത് ആകെ സീരിയസ് ആയില്ലോ. നമ്മുടെ അച്ഛനെയൊക്കെ തല്ലി, അമ്മേനൊക്കെ തല്ലി. എൻ്റെ പൊന്നെ. ഓക്കെ, അവളുണ്ടാക്കണ മണി കൊണ്ടാണ്, ഈ ബിസിനസ്സുകാരനാണ് ഇവിടുത്തെ മണിയും നമ്മളൊക്കെ സേഫായിട്ടിരിക്കുന്നത്. ഓ, എൻ്റെ പൊന്നെ, അച്ഛൻ ഭയങ്കര എന്നിട്ട് ഐ വിൽ ഗെറ്റ് ഡിവോഴ്സ്. ഓക്കെ, ഡിവോഴ്സ് ചെയ്ത് പോവാന്നൊക്കെയാണ് പറയണേ. ഓക്കെ, ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു സണ്ണിന് ലീവ് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ പുറത്താക്കി. ഓ, അത് ഇച്ചിരി ഡാർക്കാ. നമുക്ക് ഇനി പോവാം. ദേ അച്ഛനിരിക്കണ്. അച്ഛൻ ഇവിടെ ഇരിക്കണ്ടല്ലോ. അച്ഛൻ കുടിച്ച് ഇനി നമ്മുടെ സൂപ്പയാൻ വരും. അതാണ് ഇനി ഇവിടുത്തെ ചോദ്യം. എൻ്റെ മുന്നേ ആള് ഫുൾ സീനി വരുന്നല്ലോ. എന്താ പറ്റിയേ? ഇതാണോ മിസ്റ്റർ റെഡ് ഫേസ്? അപ്പം ഇത്ര നേരം നമ്മുടെ അച്ഛനായിരുന്നു മിസ്റ്റർ റെഡ് ഫേസ്. അപ്പൊ ഇത്ര നേരായിട്ട് നമ്മുടെ അച്ഛനായിരുന്ന പണ്ടാര സാധനം. ഇപ്പൊ ഇത്രയും നേരായിട്ട് നമ്മുടെ അച്ഛനായിരുന്ന മിസ്റ്റർ റെഡ് ഫേസ്. ദേ നമ്മളെടുക്ക് എന്റെ പൊന്നെ. അപ്പൊ ഇയാളെ നമ്മളെ കഴുത്ത് നോവേ, അയാള് സ്വന്തം മകനെ ഒരു അച്ഛൻ കൊന്നു. അപ്പൊ എന്റെ പൊന്നെ, എനിക്ക് ഫുള്ള് ദേഷ്യം കയറി വരുന്നുണ്ട്. എന്തായാലും ഈ ഗെയിം കൊള്ളാം, കഥ കൊള്ളാം. എന്തായാലും ഇത് സെറ്റാണ്. നമുക്കിനി ഇത് ബാക്കിയിട്ട് കാണാം. എന്നാലും ഇയാൾ ചെയ്തത് ഭയങ്കര തെറ്റായി പോയി. എൻ്റെ പൊന്നു, നോ നോ നോ, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞേ.
പക്ഷെ ഡോള് പറയണ ഇതാണ് സത്യം. എന്നിട്ട് നിന്റെ അച്ഛൻ നിന്നെ ക്ലോസറ്റിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് പോയി. എന്നിട്ട് നിന്റെ അമ്മയാണ് കണ്ടുപിടിച്ചു. നിന്റെ അമ്മ കണ്ടുപിടിച്ചിട്ട് ഊഫ് സഹിക്കാൻ പറ്റണ. ഓ അത് നമ്മളല്ലേ. അപ്പോ എന്റെ പൊന്ന് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ചത്തു. വന്നിട്ട് നമ്മള് 14 ദിവസമായിട്ട് മരിച്ചോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് ഇവനത് നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ആ ഡോള് നമുക്ക് വേണ്ടി ഒരു കഥ പോലെ ഇത് ഉണ്ടാക്കി വെച്ചേക്കാണ്. റിയാലിറ്റി അറിയണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ അത് ഭയങ്കര സാഡായി പോയി. എന്തായാലും ഡോൾ വിൽ ബി ദ ലൈഫ് സേവർ എന്നുള്ള ഇതിൽ ഡോൾക്ക് എന്തായാലും നിൽക്കാം. അത് ഭയങ്കര സാഡായി പോയി. എന്നാലും അച്ഛൻ കാണിച്ചത് ഭയങ്കര ഇതായി പോയി. എത്ര നാളായിട്ട് ഞാൻ 14 ദിവസമായിട്ട് നമ്മൾ മരിച്ചു കിടക്കായിരുന്നു. എന്നിട്ട് എത്ര നേരം നമ്മൾ മരിച്ചു കിടന്ന സമയമായിരുന്നു. അപ്പൊ പാരൻസിന് എന്താ പറ്റിയേ? ഡാഡ് നമ്മുടെ അച്ഛനെ ഏതൊരു ചീപ്പ് മോട്ടലിൽ ചെന്ന് വിളിച്ചു. എന്നിട്ട് സത്യത്തില് നമ്മുടെ അമ്മയാണ്, എനിക്ക് തോന്നുന്നു അമ്മയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് അച്ഛന്റെ വ്യൂ എന്നുള്ള സാധനമാണ്. ഇത് നമ്മള് നേരത്തെ വന്നപ്പോ അപ്പൊ നമ്മള് നേരത്തെ ഇങ്ങനെയാണോ? ഡാഡ് കം ലെറ്റ്സ് ഗോ. ആൻഡ് ഇതെന്തായാലും ആൾക്ക് കിട്ടണ്ടതായിരുന്നു. ഇജാതി കാര്യം ചെയ്ത അത് ആൾക്ക് കിട്ടണ്ടതായിരുന്നു. എന്റെ പൊന്നെ, എനിക്ക് ദേഷ്യം പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇജാതി അത് ആൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു. ഹി വർത്ത് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് നമ്മൾ ഡോളിനോട് ചോദിച്ചു. അപ്പൊ അമ്മ രാത്രി ലേറ്റ് ആയിട്ട് വന്നപ്പോ ഡേ ടൈം ആയിരുന്നു. എന്നിട്ട് അമ്മ ഇത് നമ്മുടെ അമ്മയുടെ വ്യൂ എന്നാണ് കാണുന്നത്. അപ്പൊ മോന് ഇവിടെ കാണല്ലെന്ന് പറഞ്ഞ് അപ്പൊ നേരത്തെ നമ്മുടെ റൂമിലേക്ക് കയറി വന്നു. നമ്മള് മരിച്ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അമ്മ കരയാണ്. അതൊന്നും കാണാൻ പറ്റാത്ത എൻ്റെ പൊന്നു, ഇത് ഭയങ്കര സാഡായി പോയി. ഓക്കെ, നീ നമ്മളെന്താ കാണണേ? അപ്പൊ നമ്മൾ ആ സമയത്ത് സ്പെൽ കാർഡ് അപ്പൊ നമ്മള് പകുതി മാത്രല്ല കണ്ടുള്ളൂ. അപ്പൊ നമ്മള് ഫുള്ള് നോക്കി കാണണ അവിടെ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ. അപ്പൊ അവര് ചോദിക്കണ്ട് എവിടെ വല്ല ക്ലൂസ് ഉണ്ടോ, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ വിളിക്കണേന്ന്. അപ്പൊ അമ്മ പറയണ് ഒന്നും അറിയില്ല. പിന്നെ മകനെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന മാത്രം കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അപ്പൊ അവിടെ എന്തിച്ചോ താഴെ കിടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അതൊരു മോട്ടലിന്റെ കാർഡാന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ബിസിനസ് കാർഡ്. അപ്പൊ അച്ഛനെ വിളിച്ചിരിക്കുന്ന മോട്ടലിന്റെ ആ ലൊക്കേഷനാണ്. അപ്പൊ ഇനി പോലീസ് എനിക്ക് തോന്നുന്നു അതിന് കണ്ടുപിടിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുന്ന് വെച്ച് നമ്മുടെ കഥ തീർന്നു എന്നാ തോന്നണേ. അപ്പൊ എന്തായാലും കഥ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണുന്നത് എന്തായിരിക്കും? നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തു. കില്ലർ ഡാഡ് അറസ്റ്റഡ്. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മളെ ഇത് ഫുള്ള് സാഡാലോ. എൻ്റെ മോനെ അത് ഭയങ്കര സാഡായി പോയി. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ അടുത്ത ഹൊറർ ഗെയിമായിട്ട് നമ്മൾ പിന്നെ വരുന്നതാണ്. അപ്പോൾ ശരി, ബൈ ബൈ.